ഇത്രയും കാലം ഞാൻ ഉണ്ടാക്കി തന്നെയാണല്ലോ മോൻ വെട്ടി വിഴുങ്ങുന്നത്. വീട്ടിലോട്ട് വാ, തരാൻ ഞാൻ ഇതിനുള്ളത്. അത്രയും വംശിയെ നോക്കി പറഞ്ഞ ശേഷം അവൾ ഹരിയെ നോക്കി. ഇതൊക്കെ ഉണ്ടാക്കിയത് അമ്മുവാ, അവളും വന്നിട്ടുണ്ട് കൂടെ. അത് കേട്ടതും തന്നെ ഹരി പറഞ്ഞു, ചുമ്മാതല്ല, കറിക്കൊന്നും ഒരു എരിവും ഗുണവും ഇല്ല. ഞാൻ കരുതിയതേ ഉള്ളൂ ലച്ചുവിന് എന്ത് പറ്റിയെന്ന്. അവളായിരുന്നു ഉണ്ടാക്കിയേ, ഒന്ന് വായ വയ്ക്കാൻ നിനക്കുള്ളില്ല. അത് കേട്ടതും കിച്ചണിൽ നിന്ന് അമ്മു അവിടേക്ക് ദേഷ്യത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു, കുളില്ലെങ്കിൽ തിന്നണ്ട, എടുത്ത് വല്ല പട്ടിക്കും കളഞ്ഞേക്കും. ഇത് പട്ടി പോലും തിന്നുവെന്ന സംശയമുണ്ട്. ഒരു സംശയം വേണ്ട, ദാ ഇരുന്ന് വെട്ടി വീഴുന്നില്ലേ തീറ്റിപ്പണ്ടാറം. അവൾ വംശിയെ നോക്കി പറഞ്ഞു, അതുകൊണ്ട് സംശയിക്കേണ്ട, പട്ടിക്ക് കൊടുത്താലും കഴിക്കും, അതുകൊണ്ട് കഷ്ടപ്പെട്ടാലും തിന്നണ്ട. അത്രയും പറഞ്ഞ് ലച്ചുവിനെ നോക്കി പറഞ്ഞു, ഞാൻ പോകുക, അമ്മ അന്വേഷിക്കും. അത്രയും പറഞ്ഞ് അവൾ പോകുമ്പോൾ ലച്ചു ഹരിയെ നോക്കി പറഞ്ഞു, കഷ്ടമുണ്ട് കേട്ടോ, ഇത് കുറച്ച് കൂടിപ്പോയി. ആ വയ്യാത്ത പെണ്ണ് അതൊന്നും കണക്കിലെടുക്കാതെ ഇതെല്ലാം ഉണ്ടാക്കിയതും ഏട്ടനുള്ള ഇഷ്ടം കൊണ്ടാണ്. എന്നിട്ട് അതിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു കണ്ടോ, അതവളെ ചൊടിപ്പിക്കാൻ പറയുന്നല്ലേ. അത് പക്ഷെ ആ പൊട്ടിപ്പണിനെ അറിയില്ലല്ലോ. അത് സാരില്ല, തൽക്കാലം എനിക്ക് നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് ഇതെല്ലാം കഴിക്കുക. അത്രയും പറഞ്ഞ് അമ്മു അവന് വേണ്ടി ഉണ്ടാക്കിയ ആഹാരം അവൻ തന്നെ കഴിച്ചു, അതും ആസ്വദിച്ച തന്നെ. പത്മാവതി, നിനക്കും നിന്റെ മോൾക്കും മാത്രം അടക്കി ഭരിക്കാനുള്ളതല്ല ദേവർമഠത്തിലെ സ്വത്തുക്കൾ. അതെനിക്കും എൻ്റെ മകൾക്കും കൂടെ അവകാശപ്പെട്ടതാണ്. അതേത് വകയില? നിന്റെ സഹോദരനല്ലേ എൻ്റെ ഭർത്താവെന്ന് പറയുന്ന സൂര്യനാരായണൻ. അയാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിനക്ക് അവകാശപ്പെട്ടെല്ലാം തന്നതാണ്. പിന്നെ ഏത് വകയില ഇത് നിൻ്റെ ആവുന്നേ? ഇത് അയാൾ ഹരിക്ക് കൊടുത്തതാണ്. അവൻ അവൻ്റെ പെങ്ങൾ എൻ്റെ മോൾ ശിവയ്ക്ക് കൊടുത്തു. അയാളുടെ മകൾ എൻ്റെ മോളുള്ളപ്പോൾ നിനക്കും നിൻ്റെ മോൾക്കും ഇതിൽ അവകാശം പറയേണ്ട യാതൊരു കാര്യവുമില്ല. നീ എങ്ങനെയായിരിക്കും അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയെടുത്തെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അധികം നാൾ അമ്മയും മോളും ഇത് വെച്ച് സൂക്ഷിച്ച് ജീവിക്കുന്നത് കരുതണ്ട. അതിന് ഞാൻ സമ്മതിക്കില്ല. അവനായി തന്നത് അവനിലൂടെ തിരിച്ചടിപ്പിച്ച് എൻ്റെ കാര്യങ്ങളിലാക്കാനും അറിയാം. ആണോ? എങ്കിൽ പോയി നീ ചെയ്യും പോ. അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നേ. അത്രയും പറഞ്ഞു സീത അവളുടെ മകൾ ശീതളുമായി അവിടെ നിന്നും പോയതും ശിവ പത്മാവതിയെ നോക്കി പറഞ്ഞു, ഇനി അവർ പറഞ്ഞ പോലെ ചെയ്യുമോ? എവിടെ? ഇത് ഹരി അവൻ്റെ ഇഷ്ടത്തിന് തന്നതാ. ആ പോയവരെക്കാൾ അവനിഷ്ടം നിന്നോടാ. അതുകൊണ്ടല്ലേ നിന്റെ കണ്ണിൽ അവൻ ഇതെല്ലാം നിനക്ക് തന്നത്. അപ്പോൾ പിന്നെ നിന്നെ മറന്ന് അവർക്ക് കൊടുക്കുമെന്ന് തോന്നുന്നു. ഇപ്പം ഇതെല്ലാം നിനക്കുള്ളതാ. ഇനി ഹരിക്കെന്നല്ല ആർക്കും ഇതിലൊന്നും ചെയ്യാനാവില്ല. ഹരി മുകളിലെ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ തന്നെ കണ്ടു. ഹരി മുകളിലെ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ തന്നെ കണ്ടു കനിക്കൊപ്പം എന്തോ പറഞ്ഞ് വഴിക്കിട്ട് ഡാൻസ് സ്കൂളിൽ പോകുന്ന അമ്മുവിനെ. അവൾ അങ്ങോട്ട് നോക്കാനായി അവൻ കയ്യിലിരുന്ന ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചുകൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു, പറയടി മോളെ. അത് കേട്ടതും അമ്മ അങ്ങോട്ടേക്ക് നോക്കി. അവളുടെ മുഖം വീർത്ത് കെട്ടി. ഇപ്പോൾ പൊട്ടുവന്നായി. അത് കണ്ടതും അവളെ കെട്ടിപ്പിടിച്ചു. ഒരു ഉമ്മ കൊടുക്കാനാണ് തോന്നിയത്. കനി അവനെ കണ്ടതും ഏട്ടാന്ന് വിളിച്ച് കൈയെടുത്ത് കാണിച്ചു സംസാരിക്കാൻ തുടങ്ങി. തിരിച്ചവനും അവളോട് സംസാരിച്ചതും അമ്മു ദേഷ്യത്തിൽ നോക്കി പറഞ്ഞു, വാച്ച് കടിച്ച് നിൽക്കാതെ വരുന്നുണ്ടൊടുങ്ങി. നിന്നെ ബസ് കയറ്റിട്ട് വിട്ടിട്ട് വേണം എനിക്ക് ഡാൻസ് സ്കൂൾ തുറക്കാൻ. കനി വൈകിട്ട് കാണാമെന്ന് പറഞ്ഞു ടാറ്റ കൊടുത്തു പോകുമ്പോൾ അമ്മു അവനെ ദേഷ്യത്തിൽ നോക്കി മുന്നിലേക്ക് നടന്നു. കവലയിൽ നിന്ന് കനിയെ ബസ് കയറ്റി വിട്ടിട്ട് തിരിയുമ്പോൾ നവ്യ ഓടിക്കതച്ച് എത്തിയിരുന്നു. നീ ഇന്ന് ലൈറ്റാവുമെന്ന് പറഞ്ഞിട്ട് അച്ഛനൊന്നും പോയില്ല, വീട്ടിലുണ്ട്. ബാങ്കിലെ ക്യാഷ് അച്ഛൻ കൊണ്ട് അടയ്ക്കാമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. രണ്ടുപേരും ഓരോന്ന് പറഞ്ഞു സംസാരിച്ചു വരുമ്പോഴാണ് അവർക്കടുത്തുകൂടെ ഒരു കാർ ചീറി വന്നത്. അതവരെ കടന്ന് കുറച്ച് മുന്നിലായി നിന്നു. പെട്ടെന്ന് അതിൽ നിന്നും ശീതൾ ഇറങ്ങി. അവൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നവ്യയ്ക്ക് അമ്മുവിനും മനസ്സിലായി. അവളെ കണ്ടതും അമ്മുവിന് നല്ല ദേഷ്യം വന്നു. മുഖം വീർത്ത് കെട്ടി. ഈ സമയം ശീതൾ അവർക്കരികിൽ ഒരു ചിരിയോടെ വന്നു നിന്നു. ഞാൻ കുറച്ച് മുന്നിലെത്തിയപ്പോഴാണ് നിങ്ങളെ കണ്ടത്. നിങ്ങൾ ആരാണെന്നൊരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും എൻ്റെ സംശയം തെറ്റിയില്ല. എന്നെ മനസ്സിലായില്ലേ? ഞാൻ ശീതൾ, ഹരിയുടെ മുറപ്പെണ്ണ്. അതുകൂടെ കേട്ടതും അമ്മുവിന് ഉച്ചം കാൽത്തൊട്ട് പെരുത്തു വന്നു. അറിയാം, അന്ന് വംശേട്ടൻ്റെ മാരേജ് ടൈം ഹരിയോടൊപ്പം വന്ന് പരിചയപ്പെട്ടിരുന്നു. ഞാൻ പെട്ടെന്ന് ആരെയും മറക്കില്ല. അതിലെ നിങ്ങളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായത്. അല്ല, നിങ്ങളെയും കൊണ്ടാ? ഞങ്ങൾക്കിവിടെ ഡാൻസ് സ്കൂളുണ്ട്. ഓ ഗുഡ്. എനിക്ക് ഡാൻസ് വലിയ ഇഷ്ടമാണ്, ബട്ട് കളിക്കാൻ അറിയില്ല. അത് പറഞ്ഞതും
അമ്മു നവ്യയ്ക്ക് കേൾക്കാൻ മാത്രം കണക്കിന് പറഞ്ഞു. നന്നായി, ഇല്ലെങ്കിൽ ഡാൻസ് എന്ന കലയെ നശിച്ചേനെ. അല്ല, ശീതൽ ചേച്ചി എന്താ ഇവിടെ? ഞാൻ ഹരിയെ കാണാൻ വന്നതാ. കുറച്ച് ദിവസം ഹരിക്കൊപ്പം കാണും. ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ വന്നിട്ട്. പോകും മുമ്പ് ഹരിയെ കാണണം, ഒപ്പം ഇവിടെ സ്പെൻഡ് ചെയ്യണം എന്ന് തോന്നി അങ്ങനെ വന്നതാ. ഹരി ഉണ്ടല്ലോ അവിടെ? ഏട്ടൻ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അവൻ പിന്നെ കാണാം. അത്രയും പറഞ്ഞ് അവൾ പോകുമ്പോൾ അമ്മു പറഞ്ഞു, ശവം, ഇനി ഇതിൻ്റെ ഒരു കുറവ് കൂടെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാം തികഞ്ഞിരിക്കുമായിരുന്നു. അത് കേട്ടതും നവ്യ ചിരിക്കാൻ തുടങ്ങി. ഹരി താമസിക്കുന്ന ആ 4 കെട്ടി വീടിൻ്റെ മുമ്പിൽ അവളുടെ കാർ വന്ന് നിന്നു. മുൻപ് വന്നപ്പോൾ ഉള്ളതിലും കുറച്ചു മൂടിയായിട്ടുണ്ട് വീട്. ഒപ്പം ചുറ്റും വൃത്തിയാക്കി നിറയെ ചെടികളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വീടിൻ്റെ സൈഡിലൂടെ കണ്ണെത്താ ദൂരം പോലെ ഏക്കർ കണക്കിന് പാടവും വയലും തൊടിയൊക്കെ കണ്ടതും അതൊക്കെ അവളൊന്ന് നോക്കി. പിന്നെ മെല്ലെ മുന്നിലേക്ക് വന്നു. പുറത്ത് വെച്ചിരുന്ന ബെൽ നീട്ടിയടിച്ചു. എന്നാൽ ആരും വാതിൽ തുറന്നില്ല. വീണ്ടും അവൾ ബെല്ലടിക്കാൻ തുടങ്ങുമ്പോൾ ദിവാകരൻ പിന്നിൽ നിന്നും അവളെ വിളിച്ചു. ആരാ മോള് നീ? ഞാൻ ഹരിയുടെ മുറപ്പെണ്ണ ശീതൽ. ഹരിയില്ലെവിടെ? ഹരിക്കുഞ്ഞ് പറമ്പിൽ നിൽക്കുക. അവിടെ പ്രാവശ്യം തൊട്ട് കൃഷി ഇറക്കുക. പണിക്കാർക്കൊപ്പം കുഞ്ഞുണ്ട് എല്ലാത്തിനും. എങ്കിൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുമോ? അയാൾ മുന്നേ നടക്കുമ്പോൾ അവൾ അയാൾക്ക് പിന്നാലെ തന്നെ ചെന്നു. ദൂരെ ഒന്നും തന്നെ ശീതൽ കണ്ടു. പണിക്കാരോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്ന ഹരിയെ. ഹരിക്കുഞ്ഞ് ദിവാകരൻ വിളിച്ചതും ഹരി അയാളെ തിരിഞ്ഞു നോക്കി. അയാൾക്ക് പിന്നിലെ വന്ന ശീതലിനെ അവൻ അപ്പോഴാണ് കണ്ടത്. അല്ല, നീ എന്താ ഇവിടെ? അതെന്താ, എനിക്കിവിടെ വന്നോടുന്നുണ്ടോ? അങ്ങനല്ല, നീ ഒറ്റയ്ക്കാണോ വന്നേ, അതോ ആൻറ്റി ഉണ്ട് കൂടെ? ഞാൻ ഒറ്റയ്ക്ക് പോന്നു. എന്നാലും ഹരി, നീ അവിടെ നിന്ന് പോരുമ്പോൾ ഒരു വാക്ക് എന്നോട് മമ്മിയോട് പറയാമായിരുന്നു. എന്തായാലും നീ വന്നതല്ലേ, വാ വീട്ടിലോട്ട് പോവാം. അത്രയും അവളെ നോക്കി പറഞ്ഞിട്ട് ദിവാകരനെ എല്ലാം ഏൽപ്പിച്ചു. അവൾക്കൊപ്പം അവൻ മുന്നിലേക്ക് നടന്നു. അമ്മുച്ചി, അമ്മു ചേച്ചി. അമ്മു പഠിപ്പിച്ച സ്റ്റെപ്പ് പഠിച്ച ശേഷം അത് ഓക്കെയാണെന്ന് നോക്കാൻ അവൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ മീനു വന്നവളെ വിളിച്ചു. എവിടെ പെണ്ണ്, സ്വപ്നലോകത്തായിപ്പോയി. ഈ സമയം നവ്യ കയ്യിൽ കിട്ടിയ ഒരു കുടയെടുത്ത് അവളുടെ പുറം നോക്കി എറിഞ്ഞു. അമ്മേ, ഓരോർത്തിരിക്കുവടി നീ. അവിടെ ആ കുട്ടി പഠിച്ച സ്റ്റെപ്പ് കാണിച്ചു തരാൻ എത്ര നേരെ നിന്നെ വിളിക്കുന്നു. അമ്മ മീനിനെ നോക്കി എഴുന്നേറ്റു. അവൾ കളിക്കുന്നത് നോക്കി. അതിൽ കുറച്ചുകൂടെ ശരിയാവുന്നുണ്ടെന്ന് പറഞ്ഞു. നന്നായി പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു വിട്ടിട്ട് നവ്യയുടെ അടുത്ത് വന്നു. എടീ, ഇപ്പോൾ അവിടെ ഹരിയേട്ടൻ അവളായിരിക്കും ഉണ്ടാവുകയല്ലേ? ശവം, അപ്പം ഇതോർത്തിരിക്കുമായിരുന്നല്ലേ? അവർ മാത്രമായിപ്പോയെങ്കിൽ കുറച്ച് പേരെ നീ ഇറക്കുമതി ചെയ്ത് കൊടുക്ക്. ആ പൂതന ഇപ്പോൾ ഇങ്ങോട്ട് എന്തിനെ കിട്ടിയെടുത്ത് എന്നോട് ചോദിച്ചാ ഞാൻ എങ്ങനെ അറിയാനാ? അത് അവളോട് തന്നെ പോയി ചോദിക്കണം. അതെ, ഞാൻ വീട്ടിൽ പോട്ട്. ഇന്ന് നീ പഠിപ്പിക്ക്, എനിക്കൊരു മൂഡില്ല. മൈ ഡാഷ്, ഞാൻ വല്ല തെറിയും പറയും കേട്ടോ. നിനക്ക് മനസ്സിലാവില്ല എൻ്റെ വിഷമം. ഞാൻ സ്നേഹിക്കുന്ന പുരുഷനൊപ്പം ആ വീട്ടിൽ മറ്റൊരു പെണ്ണ്, അതും അവർ രണ്ടാളും മാത്രമായി. ഏതൊരു പെണ്ണിനും സഹിക്കില്ല. സഹിക്കേണ്ട, പോയി ആ പിള്ളേരെ പഠിപ്പിക്ക് പോ. നിനക്കെൻ്റെ വേദന മനസ്സിലാവണമെങ്കിൽ മയായിട്ട് ഇതുപോലെ വേറൊരു പെണ്ണിനൊപ്പം ഇരിക്കണം. അപ്പം നിനക്ക് ഞാനിപ്പോൾ അനുഭവിക്കുന്ന വേദന മനസ്സിലാവും. അമ്മ അത് പറഞ്ഞതും നവ്യ അവളെ നോക്കി. നീ എന്താ പ്രാഗുവാണോ? വില്ലേജ് ഓഫീസിൽ അവളില്ലേ, ആ ശാലിനി, അവൾക്കിപ്പോഴും മഹേട്ടനെ നോട്ടമുണ്ട്. അവളുടെ തൊട്ടടുത്ത സീറ്റല്ലേ മഹേട്ടന്. ആണുങ്ങളെ മനസ്സാ എപ്പോൾ വേണേലും മാറാം. പെണ്ണല്ലേ എടുത്തിരിക്കുന്നേ. പടക്കവും തീപ്പെട്ടിയും ഒരു റൂമിൽ വെക്കാൻ പാടില്ലെന്ന് പറയില്ലേ പണ്ടുള്ളവർ? ഇല്ലെങ്കിൽ തീ പിടിക്കും. അതുപോലെ ഇതും. നിനക്ക് സ്വസ്ഥത അല്ലെങ്കിൽ എന്തിനാടി എൻ്റെ വീട് കൂടെ വാങ്ങുന്നത്? പുല്ല്. അല്ല, നീ പറയുന്നൊക്കെ ഉള്ളതാ. അതൊക്കെ കൊണ്ടാണ് ഹരിയേട്ടൻ്റെ കാര്യത്തിൽ ഒരു പേടി. വന്നിരിക്കുന്ന ഒരു ഇളക്കക്കാരും. ഹരിയേട്ടൻ ആ ടൈപ്പല്ല. അവൾ എത്ര വേല ഇറക്കാൻ നോക്കിയാലും അതിലേട്ടം വീഴില്ല. എനിക്ക് പറഞ്ഞു വെച്ച് നിന്റെ ഏട്ടമായി അങ്ങനെ സംശയം. ഇനി അങ്ങനെ എന്നെ ചതിക്കുന്നുണ്ടോ എന്നാ? ഈ ഇടയായി രാത്രി ചിലപ്പോൾ വിളിക്കുമ്പോൾ ഫോൺ ബിസിയാണെന്ന് പറയുന്നുണ്ട്. ഇനി അവളാ ശാലിനി വിളിച്ചതാവുമോ? പോടി, എൻ്റെ ഏട്ടൻ അങ്ങനെയുള്ളതല്ല. പിന്നെ നീലടി ടാഷ് പറഞ്ഞു വില്ലേജ് ഓഫീസിലുള്ള ശാലിനിക്ക് ഏട്ടനോടൊരു ഇതുണ്ടെന്നൊക്കെ. ഞാൻ അറിഞ്ഞത് പറഞ്ഞു. കൂടുതൽ അറിയണമെങ്കിൽ നീ പോയി അങ്ങോട്ട് ചോദിക്ക്. എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. കൂപ്പ് ചുമ്മാ തന്നെ എന്നെ കൂടി വട്ടാക്കാൻ വന്നേക്കോ കോലത്തി. അതെ, നീ ക്ലാസ് എടുക്ക്. ഞാൻ വീട് വരെ പോയിട്ട് വരാം. നിന്റെ പോക്കെങ്ങോട്ടൊന്നും എനിക്കറിയാം, നടക്കില്ല. എൻ്റെ സമാധാനം കളഞ്ഞ് ഇവിടെ ഇരുത്തിയിട്ട് നീ മാത്രം അങ്ങനെ പോയി ഹരിയേട്ടൻ്റെ വീട്ടിൽ അവൾക്ക് എന്തേ അവിടെ കാര്യം എന്നുള്ളത് അന്വേഷിക്കേണ്ട. നവ്യ അത് പറയുമ്പോൾ അമ്മ അവളെ നോക്കി ദേഷ്യത്തിൽ അവിടെ ഇരുന്നു. ഒരേ സമയം ഹരിയുടെ കാര്യമോർത്തും മഴയോർത്തും രണ്ടുപേർക്കൊരു മനസ്സമാധാനം ഇല്ലായിരുന്നു. എങ്ങനെയും വൈകുന്നേരം ആവാൻ രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിച്ചു. ഹരി എന്തായാലും
ഞാൻ ഉള്ള സ്ഥിതിക്ക് അവരോടൊന്ന് ഫുഡ് കൊണ്ടുവരാൻ പറയണ്ട, അത്യാവശ്യം കുക്കിംഗ് എനിക്കറിയാം, ശീതൾ പറഞ്ഞു. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല ശീതൾ, ഇതെനിക്ക് വയ്യാത്ത കൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും കൊണ്ടുവരുന്നത്. ഫുഡൊക്കെ എനിക്ക് സ്വന്തമായി ഉണ്ടാക്കുന്നതേ ഉള്ളൂ. എങ്കിലോ ഞാൻ ഉള്ളപ്പോൾ ഹരി അടുക്കളയിൽ കയറണ്ട, അത് എനിക്ക് മോശ. അല്ല, നീ എത്ര ദിവസത്തേക്കാണ് വന്നത്? എന്തായാലും 1 വീക്ക് ഞാനിവിടെ തന്നെ കാണും. അത് കേട്ടതും ഹരി അവളെ നോക്കി പറഞ്ഞു. 1 വീക്ക് ഇവിടെ? വേണ്ട ശീതൾ, വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണ്ട. 1-2 ദിവസം, അതിൽ കൂടുതൽ വേണ്ട. ഞാനിവിടെ ഒറ്റയ്ക്ക് താമസം, അറിയില്ലേ? അതിനെന്താ, നാട്ടുകാരെന്തു പറയുന്ന ഹരി പറയുന്നത്? നമ്മളെപ്പറ്റി മോശം പറയുന്നതെന്നാണോ? അതിന് ഞാൻ ഹരിക്ക് അന്യനല്ല, സ്വന്തം ആൻറ്റിയുടെ മോള, അതും ഹരിയുടെ മുറപ്പെണ്ണ്. ഇതൊന്നും ഇവിടെ ആർക്കും അറിയാത്തതല്ലോ. എങ്കിലും അത് വേണ്ട ശീതൾ, ഹരിക്ക് ഞാനിവിടെ നിൽക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ അതങ്ങ് പറഞ്ഞ പോരെ. എന്തിനാണ് വളച്ചൊടിക്കുന്നേ? ഞാൻ പോണു, അത്രേ ഉള്ളൂ, പോകാം പോരെ. അങ്ങനെയല്ല ശീതൾ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ തന്നെയാണ്, നിന്നോട് തർക്കിക്കുന്നില്ല. 1 വീക്കല്ലേ, ഇവിടെ നിന്നോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവനത് പറഞ്ഞതും അവൾ താങ്ക്സ് എന്ന് പറഞ്ഞവനെ കെട്ടിപ്പിടിച്ചു. എന്നാൽ ആ നിമിഷം തന്നെ അവളെ അവനിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് മുകളിലേക്ക് പോകുമ്പോൾ അവൾ അവനെ തന്നെ നോക്കി നിന്നു. നവ്യ വീട്ടിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ അമ്മ മുന്നിലേക്ക് നടന്നു. ഹരിയുടെ വീടെത്താറായതും അവൾ അവിടെ അകത്തേക്ക് എത്തി വലിഞ്ഞു നോക്കി. വേഗത്തിൽ നടന്നു വന്നതും അവരുടെ ഗേറ്റ് കടന്ന് ഹരിയുടെ ബൈക്ക് വന്നു നിന്നു. അമ്മുവിനെ കണ്ടതും ഒരു ചിരിയോടെ നോക്കി. എന്നാൽ തൊട്ടു പിന്നാലെ വന്ന ശീതളിനെ കണ്ടതും തന്നെ അവളുടെ കണ്ണിലെ തിളക്കം മാറി. ദേഷ്യത്താൽ മുഖം വീർക്കുന്നതും അവൻ അറിഞ്ഞു. അതെല്ലാം അവൻ ഒരു കുറുമ്പോട് നോക്കി കണ്ടു. ഈ സമയം എങ്കിൽ പോകാം ഹരി എന്ന് പറഞ്ഞവൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ അവൻ്റെ തോളിൽ കരങ്ങൾ വെച്ച് മുഖം അവൻ്റെ ഷോൾഡറിൽ അമർത്തി വെച്ച് പറയുന്നവളെ കണ്ടതും അമ്മുവിൻ്റെ നിയന്ത്രണം തെറ്റി. അവൾ അവനെ ദേഷ്യത്തിൽ നോക്കി. അപ്പോഴും അവൻ്റെ ചുണ്ടിൽ അമ്മുവിന് മാത്രമായി ഒരു പുഞ്ചിരി വിടർന്നു. ഹായ് അമുത, വരുന്ന വഴിയല്ലേ? ക്ലാസ് ഈ ടൈമാണ് കഴിയുക. അതിനവളൊന്ന് മൂളി. ഞങ്ങളൊന്ന് പുറത്തു പോകുക, ഒരു കുഞ്ഞ് ഷോപ്പിംഗ്. സോ വരുമ്പോൾ ഞാൻ വിളിക്കാം. അമുത വരണം, അവിടെ ഞാൻ ഒറ്റയ്ക്ക. ഞാനിവന് മാത്രം ഇങ്ങനെ മിണ്ടിയും പറഞ്ഞും ബോറിങ്ങാ. അമുത കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു കൂട്ടാവും. വേണമെങ്കിൽ തൻ്റെ ആ ഫ്രണ്ട്സ് അയാളെയും വിളിച്ചു. എന്നാൽ വന്നിട്ട് കാണാം. അവർ പോകുമ്പോൾ അമ്മ അവരെ തന്നെ നോക്കി നിന്നു. ഒളിപ്പിച്ചു വെച്ച കണ്ണീർ തുള്ളികൾ പുറത്തേക്ക് വെമ്പാൻ അധിക നേരം വന്നില്ല. എന്നാൽ അതെല്ലാം മുന്നിലെ കണ്ണാടിയിൽ കൂടെ ഹരി കാണുമ്പോൾ അവൻ്റെ ഉള്ളം പിടഞ്ഞു പോയിരുന്നു.